ഹായ്, ഇന്നത്തെ ക്ലാസ് വരുന്നത് ഫ്ലവേഴ്സ് ആദ്യം എടുത്തില്ലേ, അതിൻ്റെ ബാക്കിൻ്റെ പാർട്ട് 2. ഫ്ലവേഴ്സിൽ നമുക്ക് കുറച്ച് നോക്കാനുണ്ട്. ഒരു 3-4 പാർട്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ആദ്യം എടുത്ത ഒന്നാമത്തെ പാർട്ട്, ഇത് രണ്ടാമത്തെ പാർട്ട്, ഈ 2 പാർട്ടും കൂടി ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോണത് ലോട്ടസ്, താമര ഇട്ടാ. ആദ്യം തന്നെ ഒരു മുട്ട് പോലെ നമുക്ക് വരച്ചിട്ട് ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ വരച്ചെടുക്കാം. ഉള്ളിൽ നിന്ന് ഒരു ലൈൻ കൊടുത്തു പുറത്തേക്ക് ഒരു ഇതളും കൂടിയും കൊടുക്കാം. ഒരു പുറത്ത് ആദ്യം ഒരു മുട്ട വരച്ച് ഒരു ഇതൾ ഉള്ളിൽ നിന്ന് ഒരു ലൈൻ കൊടുത്തെടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കാം. ഒരു ഇതളും കൂടി അപ്പുറത്തും കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വരച്ച മുട്ട് പോലത്തെ ഒരു ഇതില്ലേ, അതുമല്ല അതിനുള്ളിലൂടെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് തണ്ട് വരച്ചു കൊടുക്കുക. ഒന്നും കൂടി ഞാൻ വരച്ച് കാണിച്ചിട്ട് കേട്ടോ ലോട്ടസ് എങ്ങനെയാണെന്ന്. അടുത്ത് നമുക്ക് സ്പ്രിൽസ് വരച്ചിട്ട് റോസ് ഉണ്ട് നോക്കാൻ പോണേ. ഒന്ന് കനപ്പിച്ച് കൊടുക്കുക. അതിന് തന്നെ നമ്മളെ കറ് വരക്കുന്നൊരു ചെറിയൊരു കുഞ്ഞി കറ് വരച്ചിട്ട് ഒന്ന് കനപ്പിച്ച് കൊടുത്തിട്ട് ഒരു ഇങ്ങനെ ഞാനിപ്പോൾ വരച്ച പോലത്തെ ഡിസൈനുകൾ കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ വരക്കണ പോലെ വരക്കണ്ട, നിങ്ങൾ ഇതിൽ വരച്ചാൽ മതി. പക്ഷെ റോസായിട്ട് വരണം എന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഉണ്ട് റോസ് വരക്കുക. ഇതിപ്പോൾ റോസിൻ്റെ ഒരു ഇതായി, ഇത് ഗൾഫ് റോസ് എന്നാണ് പറയാട്ടെ അതിനെ. ഈ ഒരു ഫ്ലവർ വരുന്നത് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇത് വരക്കുക. എന്നിട്ട് ഇതിൽ ഞാൻ വരക്കുന്ന പോലെ തന്നെ വരക്കാട്ടോ. ഇതൊരു ഇതള് എന്താ പറയാ ഇല്ലാത്ത പോലത്തെ ഒരു, പക്ഷെ ചെമ്പരത്തി ഇല്ല, അതേ ആ ചെമ്പരത്തി വരക്കുന്ന ഇതേ മോഡല് ഒരു ഫ്ലവർ ഉണ്ട്. അത് കൂടുതലും ഗൾഫ് ഡിസൈനിങ്ങിലൊക്കെ ഇങ്ങനത്തെ ഫ്ലവർ യൂസ് ചെയ്യുക. അത് തന്നെ ഒന്ന് കനപ്പിക്കാണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം ഷെയ്ഡ് കൊടുക്കുക നടുവിൽ തന്നെ. എന്നിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഐതളയിലുമ്പോഴൊക്കെ ഷെയ്ഡ് കൊടുത്തിട്ട് അടുത്ത ഞാൻ വരക്കാൻ പോയത് ചെമ്പരത്തി ഒരു ചെറിയൊരു ഷേപ്പിലുള്ളൊരു ഫ്ലവർ ആയിരുന്നു. പക്ഷെ ഞാനത് അയച്ചു കളയും. ഞാനിപ്പോൾ വീഡിയോ നോക്കിയപ്പോഴാണ് കണ്ടത്. ഞാൻ മായിച്ച ഫ്ലവർ തന്നെ ഉണ്ടായി വരക്കണത്. ആദ്യം ലൈൻ കൊടുത്ത് ഒരു ഇങ്ങനെ വളഞ്ഞ പോലത്തെ ഒരു ലൈൻ വരക്കുക. എന്നിട്ട്
ഇങ്ങനെ ഇതളുകൾ വരച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ കാണുന്ന പോലെ തന്നെ വരച്ചാൽ എന്താ പറയുക ശരിയാവുള്ളൂ കേട്ടോ. ഞാൻ ഇപ്പുറത്ത് കൊടുത്ത ഡിസൈൻ തന്നെയാണ് ആ ഫ്ലവർ മേലും ഞാൻ കൊടുത്തിട്ടുള്ളത്. तुझे यारे आज मेरी गलियां बसाऊं तेरे संग मैं अलग दुनिया बुलावे तुझे यारे आज मेरी गलियां बसाऊं तेरे संग मैं अलग दुनिया. നമ്മൾ താമര വരക്കാൻ പഠിച്ചില്ലേ, അപ്പം അതുപോലെ തന്നെ താമര നമുക്ക് ആദ്യം വരച്ചു കൊടുക്കാം. പക്ഷെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ കൊടുത്തില്ലേ അതുപോലെ കൊടുക്കണില്ല. ഒരു താമര ആദ്യം വരച്ചെടുക്കാം. എന്നിട്ട് എന്തിനാണ് നടുഭാഗത്തായിട്ടൊരു കർവ് വരച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ ഇത് വിരിഞ്ഞ് നിൽക്കണ താമരണ്ട് വരക്കാൻ പോണത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ഇങ്ങനെ അപ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതളൊന്നും കൂടിയും വരച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ വരക്കാട്ടെ. വിരിഞ്ഞ് നിൽക്കണ താമരയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം അതുപോലൊക്കെ ഉണ്ട്. എന്നിട്ടാണെങ്കിൽ നമുക്കൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ തിക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അടിയിൽ നമുക്ക് ലീഫ് വരച്ച് കൊടുക്കാം. ലീഫല്ല, അങ്ങനെ താമര വിടരുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഇതളുകൾ ഇങ്ങനെ തയ്ക്കൂലേ, അതുപോലെ ഉണ്ട് വരക്കുന്നത്. ഈ ഫ്ലവർ വരച്ചതിന് ശേഷം അടിയിലൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഓവറായിട്ട് ഷെയ്ഡ് ചെയ്ത് ഫ്ലവർ കൊളാക്കരുത്. ഇത് മെനക്ക് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഒന്നതിനൊന്ന് കനപ്പിച്ച് കൊടുക്കണേ ഫുള്ളായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.